ഹലോ എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ്. ചക്ക വേവിച്ചതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ചക്ക കഴിക്കാനായിട്ടൊക്കെ ഒരു കൊതി തോന്നാറുണ്ടല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചക്ക ധാരാളം ഉള്ള സമയത്ത്, അതായത് ചക്കയുടെ സീസണിലൊക്കെ നമുക്ക് കിട്ടുന്ന ചക്ക അധികമായിട്ട് വരുന്നതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ പല പല സാധനങ്ങൾ ഇതേപോലെ ഉണക്കി വെക്കും, അതേപോലെ ഉപ്പിലിട്ട് വെക്കും. നമുക്കതൊക്കെ ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാനായിട്ട് ഞങ്ങളിവിടെ നമ്മൾ ചക്ക വറക്കാനായിട്ടൊക്കെ അരിയത്തില്ലേ, അതുപോലെയാണ് അരിഞ്ഞ് ഉണക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ ഉണക്കി വെച്ചിട്ടുള്ള ചക്ക. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ഉണക്കാനായിട്ട് വെക്കുന്നതെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ചക്ക നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. പിന്നീട് അത് നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാം. നമുക്ക് പിന്നീട് ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാം. നമ്മൾ ചക്ക ഉപയോഗിക്കാൻ നേരത്തെ ആദ്യം അതിൽ വെള്ളം ഒഴിച്ചിടണം. ചക്ക നന്നായിട്ട് കുതിരണം. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടാൽ ആ ചക്ക നന്നായിട്ട് കുതിർന്ന് വീർക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവിക്കാനായിട്ട് എടുക്കാം. ഇവിടെ ഒരു 8 മണിക്കൂർ വെള്ളത്തിൽ ഞങ്ങൾ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വെള്ളത്തിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. രാവിലെ ചക്ക വേവിക്കണമെങ്കിൽ തലേദിവസം രാത്രി തന്നെ നമുക്ക് ഇതുപോലെ വെള്ളത്തിലെടുത്തിട്ടാൽ രാവിലെ നമുക്ക് ഉപയോഗിക്കാം. ഈ ചക്ക നന്നായിട്ട് ഒരു 2-3 വട്ടമെങ്കിലും കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഉണക്കാനായിട്ട് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. കുക്കറിൽ ആ ചക്ക ഇട്ടിട്ട് ഇവിടെ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ചക്കയ്ക്ക് അനുസരിച്ചുള്ള അളവ് ഉപയോഗിക്കുക. പച്ചച്ചക്ക പോലെയല്ല, നല്ല വേവുണ്ട് ചക്കയ്ക്ക്. നമ്മളതൊരു കുക്കറിലിട്ട് അടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഞങ്ങൾ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി, അതേപോലെ തന്നെ ചെറിയ ജീരകം, അതേപോലെ പച്ചമുളക്, ഇത്രയിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഒരു കാര്യം വിട്ടുപോയി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ചതച്ചെടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചക്ക ഒരു 4 അടി അടിച്ചിട്ടുണ്ട്. കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൈ പിടിച്ചൊന്ന് ഞെക്കി നോക്കിയാൽ അത് നന്നായിട്ട് വെന്തുടയുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിതുവരെ ചക്കയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3-4 സ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണവും പച്ചരുചിയൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു കുറച്ച് നേരം 2-3 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കാം. ആ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചക്കയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ പച്ചച്ചക്ക വേവിക്കുന്നത് പോലെ തന്നെയാണ്. കുറച്ചുകൂടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ചൊരു തേങ്ങ വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു ചീനച്ചട്ടി വെച്ചു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ടു. അതേപോലെ തന്നെ ഒരു 2-3 വറ്റൽമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി വെക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തതിന് ശേഷം നമുക്കത് നമ്മുടെ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇങ്ങനെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ചക്ക വേവിച്ചത് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഇളക്കി വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് തേങ്ങയും ചക്കയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ തേങ്ങ വറുത്തതോട് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ചക്കയ്ക്ക് നല്ലൊരു രുചിയും മണമൊക്കെയാണ് കിട്ടുന്നത്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം. ചക്ക കഴിക്കാനായിട്ട് ഞങ്ങളൊരു വാഴയിലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ കഴിച്ചിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾ ഇതേപോലെ തന്നെ ചക്കയുടെ സീസണിലൊക്കെ ഒന്ന് ഉണക്കി സൂക്ഷിച്ച്
സൂക്ഷിച്ച് വെച്ചാൽ ചക്ക ഇല്ലാത്ത സമയത്ത് ഇതേപോലെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നിങ്ങളിൽ ആരൊക്കെ ഇതേപോലെ ചക്ക ഉണക്കി കഴിക്കുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.